കണ്ണൂർ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് വഖഫ് ഭൂമി വിവാദത്തിൽ ലീഗ് നിലപാട് മാറ്റുമ്പോഴും പ്രതിഷേധം തുടർന്ന് മഹല്ല് വഖഫ് സംരക്ഷണ സമിതി. കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഖഫ് ഭൂമിയിൽ അല്ലെന്ന സത്യവാങ്മൂലം ക്ലറിക്കൽ പിശകെന്നാണ് ലീഗ് വിശദീകരണം. എന്നാൽ CPIM പിന്തുണയോടെ ലീഗിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സംരക്ഷണ സമിതി. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് വഖഫ് ഭൂമി വിവാദത്തിൽ കോളേജ് ഭാരവാഹികളായ ലീഗ് നേതാക്കളുടെ വാദങ്ങൾ തള്ളി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി വിശദീകരണവുമായി രംഗത്തെത്തിയെങ്കിലും വിഷയത്തിൽ തുടരുന്ന പ്രതിഷേധത്തിന് പരസ്യ പിന്തുണ നൽകുകയാണ് CPIM. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയപ്പോൾ സംഭവിച്ചത് ക്ലറിക്കൽ പിശക് മാത്രമാണെന്നും കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഖഫ് ഭൂമിയിൽ തന്നെയാണെന്നാണ് ലീഗ് നിലപാടെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വഖഫ് മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏത് പാതിരാ നേരത്ത് വിളിച്ചാലും ഈ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാക്കുന്നതിന് മുസ്ലിം ലീഗ് വരാൻ തയ്യാറാണ്, അതിന്റെ നേതൃത്വം ഏറ്റെടുക്കാനും തയ്യാറാണ്. പക്ഷേ അതിപ്പോൾ ചെയ്യേണ്ടത് കേരളത്തിലെ സർക്കാരാണ് എന്നുള്ളതാണ്. എന്നാൽ അത്തരം വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ഇവിടെ കോളേജ് മാനേജ്മെന്റ് തന്നെ തിരുത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് അതെന്തോ വലിയൊരു സംഭവമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിലാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടത്. അദ്ദേഹം ഇത് മുസ്ലിം ലീഗിന്റെ മേൽ പഴിചാരി വിഷയം വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. കോളേജ് കെട്ടിടമുള്ള ഭൂമി വഖഫ് അല്ലെന്ന പരാമർശം തിരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാൻ 14-ാം തീയതി ചേർന്ന യോഗത്തിൽ തീരുമാനമായെന്നും ലീഗ് വിശദീകരിക്കുമ്പോഴും തട്ടിപ്പാരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തളിപ്പറമ്പ് മഹല്ല് വഖഫ് സംരക്ഷണ സമിതി. തളിപ്പറമ്പിൽ സമിതി സംഘടിപ്പിച്ച വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ലീഗ് നേതാക്കളെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ജമ്മം വക സ്ഥലം, അങ്ങനെ ജമ്മം വകയുള്ള സ്ഥലത്തിന്റെ മേൽ തണ്ടപ്പേരാരുടേതാണ് റവന്യൂ രേഖപ്രകാരം അത് തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ഇപ്പൊ ആരെ പേരിലാ? CDMEA. ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും നയിക്കുന്ന അസോസിയേഷന്റെ പേരിൽ. കോളേജ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്ന 2 ഏക്കർ ഭൂമി വഖഫ് അല്ലെന്നും നരിക്കോട്ടില്ലം വാക്കാൽ ചാർത്താധാരം നൽകിയതാണെന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർ സയ്യിദ് കോളേജ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതും വഖഫ് ഭൂമി തന്നെയെന്നാണ് സംരക്ഷണ സമിതിയുടെ വാദം. തണ്ടപ്പേർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് തഹസിൽദാരുടെ നടപടിക്കെതിരെ നൽകിയ ഹർജിയിലെ പരാമർശമാണ് വിവാദത്തിന് ശക്തി കൂട്ടിയത്. ലീഗിലെ പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്ന് പുകഞ്ഞ വഖഫ് ഭൂമി വിഷയം ഇതോടെ സജീവമാവുകയായിരുന്നു. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.